ജിഫിരി തങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ മുഷാവറ കഴിഞ്ഞതിന് ശേഷം ബൈറ്റ് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞു ഈ 9 കാര്യങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം, അത് നമുക്ക് ശ്രമിക്കാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുനഃപരിശോധിക്കാം. അത് അന്ന് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ അപ്പുറം വല്ല പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വല്ല മാറ്റം ഉണ്ടാവുമെന്ന് മുഷാവറക്കാണ് അതിൻ്റെ പരമാധികാരം. അവർക്ക് പറയാൻ കഴിയും. മുഷാവറ വിളിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ CIC അവരുടെ ലെറ്റർ പാഡിൽ ഒപ്പിട്ട് മറുപടി പണക്കാർ തങ്ങൾ തന്നെ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇനി അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സംസ്ഥയുടെ സംഘടനാപരമായിട്ടുള്ള വിലയിരുത്താൻ പറ്റില്ല, ആശയാദർശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അത് സിലബസിന്റെ കാര്യത്തിലാണെങ്കിലും സംഘടനയുടെ നടപടിക്രമത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയായിരിക്കും. അതുപോലെ സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇതിലുള്ള സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള നിയമാവലി അതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. ഇനിയൊരു പ്രതി ഈ പാണക്കാട് തങ്ങൾ സമസ്തയ്ക്ക് തന്നിട്ടുള്ള ഉറപ്പാണല്ലോ ഇത് ലംഘിക്കപ്പെടും. സമസ്തക്ക് തന്ന ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് സമസ്തക്ക് തോന്നുന്ന സമയത്ത്, പൂർണ്ണമായി അങ്ങനെ ഇനി ഒരിക്കലും സാധ്യതയില്ലാത്ത വിധത്തിൽ ലംഘിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കും. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ സെനറ്റിലുള്ള തീരുമാനം സമസ്തയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന ഒറ്റ വാക്കിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തന്ന ലെറ്റർ പേഡിൻ്റെ തുടക്കത്തിലുണ്ട്. ലെറ്ററിൻ്റെ തുടക്കത്തിലുണ്ട്. അവിടെയാണ് വിഷയം. ഒന്നുകിൽ ഇന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഇന്നതൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാം എന്നായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചർച്ച കൊണ്ടുപോകാമായിരുന്നു. ഇത് ഒരു തരം കബളിപ്പിക്കൽ ഇതിലുണ്ട്. ആദ്യത്തിൽ സമസ്തയുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നു എന്നെഴുതുന്നു. അതിനുശേഷം മാത്രമല്ല, ആ സെനറ്റ് യോഗം കഴിഞ്ഞ ഉടനെ തന്നെ മധ്യസ്ഥന്മാരായ പുറത്തുള്ള ചില ആളുകളുണ്ട്. അവർക്ക് പോലും ആ ഒരൊറ്റ വാക്ക് എഴുതി അയച്ചിട്ടുണ്ട്, ഇങ്ങനെ പോരെ എന്ന്. അപ്പോൾ അവരൊക്കെ സന്തോഷിച്ചു. പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ താഴെ 7 കാര്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് എഴുതുന്നത്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം വരാം. ഒരു പക്ഷേ അത്ര സസൂക്ഷ്മം ബഹുമാനപ്പെട്ട തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമ ആ കാര്യം തങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സെനറ്റിലും സിൻഡിക്കേറ്റിലും പെൺകുട്ടികളെ അംഗങ്ങളാക്കുന്നതിന് സമസ്ത പൂർണ്ണമായിട്ടും എതിർക്കുകയാണ്. പക്ഷേ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളെയും അവിടുത്തെ വനിതാ കോളേജിലെ പ്രിൻസിപ്പൽമാരെയും ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളതാണ് CICയുടെ നിലപാട്. അതിലെന്താണ് അഭിപ്രായം? സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഫളീല എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ പദ്ധതി വെറും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കീഴിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാഫിയ വന്നപ്പോഴും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇങ്ങനൊരു ആവശ്യം അത്യാവശ്യമാണ് എന്ന് സമസ്തക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സമസ്ത അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനിയൊരു ആവശ്യം ഒരു നിർബന്ധ സാഹചര്യം വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് സമസ്ത അതിനെപ്പറ്റി ആലോചിച്ചുള്ളൂ എന്നല്ലാതെ നിലവിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി ഞങ്ങൾ നേരിട്ട് നടത്തുന്ന സംവിധാനമാണ് ക്രസൻറ്റിൽ. അവിടെ സമസ്ത നേരിട്ടുള്ള ക്യാമ്പസ് നടക്കുന്നു. അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, പെൺ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ബഹുമാനപ്പെട്ട മുഷാവറ വിഷയത്തിൽ ആവശ്യമായ തീരുമാനം, നമ്മുടെ ഒരു ചട്ടക്കൂടുണ്ട്, സമസ്തക്ക് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്, അതിൽ നിന്ന് അത് തീരുമാനമെടുക്കും. ഈ സമസ്തയും CICയും 2 സംഘടനകളാണ്. അവർ പറയുന്നത് രണ്ട് സംഘടനകളാണ്. അപ്പോൾ ഒരു സംഘടന മറ്റൊരു സംഘടനയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ 2 സംഘടനാ രീതിയിൽ സ്വന്തമായി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അല്ല, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ ഇതുവരെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനങ്ങളൊക്കെ വീണ്ടും നമുക്ക് മനസ്സിലായി, മുമ്പും അദ്ദേഹം അത് പറയാറുണ്ട്. എന്നാൽ അത് ഞങ്ങൾക്ക് സമസ്തയുമായി ഒരിക്കലും ഈ നിലക്ക് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി എഴുതി തന്നാൽ അതിനനുസരിച്ച് നമുക്ക് പിന്നെന്തിനാണ് സമസ്തനെ പിന്നെയും വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാം, സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകൾ, സമസ്ത ഒരു മതപരമായ സംഘടനയാണല്ലോ. ഇത് സമൂഹത്തിൻ്റെ വിശ്വാസത്തെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ വേണ്ടി 100 വർഷം മുമ്പ് അതിന് ചില ഭംഗം വന്ന സമയത്ത് രൂപീകൃതമായൊരു സംഘടനയാണ്. ആ സംഘടന അതിൻ്റെ ദൗത്യം അത് നിർവഹിക്കേണ്ടതുണ്ട്. സമസ്ത അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലയിൽ
ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം സമസ്തക്കുണ്ട്. അത് സമസ്തയെ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറുള്ളതിനല്ലേ ആ അംഗീകാര സമസ്തക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എത്ര കണ്ട് ചെയ്യാൻ കഴിയും, അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വരികയാണ് വേണ്ടത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് അംഗീകരിക്കുന്നു പറയാം, ഒരു ഭാഗത്ത് അതിനെ വക്രീകരിക്കുക, അതല്ലല്ലോ വേണ്ടത്. ആശയപരമായി മാത്രമേ പറ്റൂ എന്ന് പറയുന്നത്. ആശയപരമായി സുന്നത്തിയമായത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. അതെ, അപ്പോൾ സംഘടനാപരമായി സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പോൾ സമസ്ത ഇപ്പോഴത്തെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല. അവരവരുടെ സ്വതന്ത്ര രൂപത്തിൽ പോകുന്നതിന് നമുക്ക് വിരോധമല്ല. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ടല്ലോ, അവർ പോയിക്കൊള്ളട്ടെ.